ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ക്യാരറ്റ് പുഡിംഗ് കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇത് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാട്ടോ. ഒരു വട്ടം ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും 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 ഉണ്ടാക്കും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ കേക്ക് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്യാരമലായി വരട്ടെ. നമ്മൾ ക്യാരമൽ ആവണതിന് മുമ്പ് നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ വെറുതെ ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒന്ന് നല്ലോണം അലിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നെ അതുപോലെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ക്യാരമൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും, പക്ഷെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനും പിന്നെ ഒരുപാട് അങ്ങോട്ട് കരിക്കേണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് തന്നെ ഫുള്ള് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കില്ല. കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോൾ അത് മെൽറ്റായി വന്നോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് കേട്ടോ. ഞാൻ എന്താ പറയുക വീഡിയോ ഓൺ ആക്കണതിന് വരെ ഓഫാക്കിയിട്ടാണ് വീഡിയോ എടുത്തത്. അതാണ് കേട്ടോ. കറക്റ്റ് 1 കപ്പ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ചൂടാറുമ്പോൾ അതൊന്ന് കട്ടയിട്ട് വരും. ഒരുപാട് കട്ടയല്ല, ഒന്ന് ചെറുതായിട്ട് ഇതായി വരും കേട്ടോ. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പൊക്കെ നമുക്ക് മതിയാവും. ഞാനിപ്പോൾ 1/4 കപ്പിനെക്കാട്ടിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മധുരം ഉണ്ടാവും കേട്ടോ കേക്ക്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ഒരു 2-3 ഏലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് ചലിച്ചും കൂടി എടുക്കണം, അരിച്ചും കൂടി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ പീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനത്തെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. നമ്മുടെ ഗരം മസാല ഒന്നും ഇടരുത് കേട്ടോ. അതിൽ കുരുമുളക് ഉണ്ടാവുമല്ലോ. മൊത്തത്തിൽ ആ മസാല വാങ്ങിച്ചിട്ട് അത് പൊടിച്ച് വെക്കാം, കുരുമുളക് മാറ്റിയിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്യാം. ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. നല്ലോണം ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വിസ്ക് വെച്ചിട്ടാണെങ്കിലും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം അങ്ങനെ പതയുന്ന വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാര നമ്മൾ പൊടിച്ചതോ അങ്ങനെ ചേർക്കരുത്, ഒന്ന് ചലിച്ചതിന് ശേഷം ചേർക്കുക. അപ്പോൾ അതാ മുഴുവൻ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില എസൻസ് അതേപോലെ മുട്ടയിൽ ചേർക്കുക കേട്ടോ. അപ്പോൾ ആ മണത്തിനൊരു കുറവുണ്ടാവും, അതിനാണ്. ഇനി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്ക് നല്ലോണം അതും മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ആ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മൈദയുടെ മിക്സ് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ടിട്ട് നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും അവസാനം നമ്മൾ ഓയിൽ ചേർക്കരുത്, കാരണം ഓയിൽ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 പ്രാവശ്യം മൈദ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടറും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം നല്ല രീതിയിൽ, അതായത് മൈദയൊന്നും കട്ട പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഫുള്ള് മൈദയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ക്യാരമലും ക്യാരറ്റൊക്കെ കൂടിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ക്യാരറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈന്തപ്പഴം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. എനിക്ക് ഈന്തപ്പഴത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈന്തപ്പഴം ഒഴിവാക്കിയത്. അപ്പോൾ ഈന്തപ്പഴം കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം മധുരത്തിൽ നമ്മൾ ഒരു എന്താ പറയുക മാറ്റം വരുത്തുക. കാരണം ഈന്തപ്പഴം നല്ല മധുരമല്ലേ. അപ്പോൾ നമുക്കൊരു അരക്കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്കൊക്കെ മാറ്റി സ്പാച്ചില വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് മൈദയും ഒന്നും മിക്സ് ആവാതെ കിടക്കരുത് കേട്ടോ. ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇത്തിരി വലിയ ടിന്നാണ് കേട്ടോ. നമുക്കൊരു 7 ഇഞ്ചിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. ഇത് ഇത്തിരി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒന്ന് തണുക്കുമ്പോൾ നടുവശം ഒന്ന് ഉള്ളിലേക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുപാട് വലിയ പാത്രം എടുത്തിട്ട് ചെയ്യരുത്. ഞാൻ വന്നേ ഉള്ളൂ, എൻ്റെ അടുത്ത് മോൾഡൊക്കെ തപ്പി എടുത്തിട്ട് വേണം. അപ്പോൾ ഞാൻ കിട്ടിയൊരു മോൾഡിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മോൾഡിൽ കുറച്ചും കൂടി നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു 45-50 മിനിറ്റ് എടുക്കും കേട്ടോ. ഇതായി കിട്ടാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക. ഒരു 30 മിനിറ്റ് 35 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. ഇപ്പോൾ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ആയി കിട്ടാനായിട്ട്. പിന്നെ ഇത് കുറച്ചും കൂടി സമയം എടുക്കും ആയി വരാനായിട്ട്. ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഒന്നും അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് എന്താ പറയുക മുറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്കിതൊന്ന് എടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ സാധാരണ കേക്ക് പോലെയല്ല കേട്ടോ. ഇതൊരു കുറച്ച് അതിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം ഇത് പുഡിംഗ് കേക്കും കൂടിയാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം സൂപ്പറാണ്. അപ്പോൾ മധുരം മാത്രം നമ്മളൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ക്യാരറ്റും പിന്നെ അതുപോലെ നമ്മൾ ക്യാരമലും ഒക്കെ ഒഴിക്കണതുകൊണ്ട് മധുരം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ക്യാരറ്റ് നമ്മളൊന്ന് ക്യാരമലിലിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ ശരിക്കും നമുക്ക് അറിയൊന്നുമില്ല ക്യാരറ്റാണ് എന്നുള്ളതിന് അറിയൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അതുപോലെ പ്ലം കേക്കിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റിലേക്ക് വരും. നട്ട്സ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര ഒരു ഫാനായി മാറും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് ഈ ഒരു കേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.